തിരുവനന്തപുരം കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിക്ക് തിരിച്ചടി എന്നതാണ്. ഇഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 2 മാസത്തിനകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തായിരുന്നു കരുവന്നൂർ കേസിലെ കോടതി വിധിയുടെ വിശദാംശം? രഞ്ജിത്ത്, കരുവന്നൂർ കേസിൽ, കള്ളപ്പണ കേസിൽ ഇഡി പിടിച്ചെടുത്തിട്ടുള്ള എല്ലാ രേഖകളും ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാനാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ബാങ്കിൽ നിന്നും പിടിച്ചെടുത്ത എല്ലാ രേഖകളും, അതായത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള CPM-ന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളുമാണ് ഇഡി പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ രേഖകളെല്ലാം വിട്ടു നൽകണമെന്ന് തന്നെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ CPM വ്യക്തമാക്കിയിരുന്നു. CPM-ന്റെ 2 പഴയ അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഭൂമി, 4.66 സെന്റ് ഭൂമി ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലാണ് എന്നുള്ള ഒരു വ്യക്തമാക്കൽ കൂടി ഇഡി കഴിഞ്ഞ ദിവസം CPM കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. നാളുകൾക്ക് ശേഷമാണ് ഈ വിഷയത്തിൽ CPM പ്രതികരണം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ നാളുകളായി, അതായത് കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് വരെ കാരണമായി എന്ന് CPM-ന്റെ സംസ്ഥാന ഘടകത്തിൽ വരെ ചർച്ചയായ സാഹചര്യമുണ്ട്. മാത്രമല്ല CPM-ന്റെ കോടിക്കണക്കിന് വരുന്ന നിക്ഷേപങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ഇഡി പിടിച്ചെടുക്കുകയും അത് നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ആളുകളിലേക്ക് കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇഡി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകളിൽ ഈ പിടിച്ചെടുത്ത, അതായത് CPM-ന്റെ പല നേതാക്കളും കോടീശ്വരന്മാരായത് ഇത്തരത്തിലൂടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയാണ്, കള്ളപ്പണ ഇടപാട് നടത്തിയാണ് എന്നായിരുന്നു ഇഡിയുടെ വ്യാഖ്യാനം. അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം CPM പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മാത്രമല്ല, ആ സമയത്ത് തന്നെയാണ് ഈ ഇഡി പിടിച്ചെടുത്ത നിക്ഷേപങ്ങളുടെ അല്ലെങ്കിൽ നിക്ഷേപ അക്കൗണ്ടുകളിൽ നിന്നും, CPM-ന്റെ അക്കൗണ്ടുകളിൽ നിന്നും ഇഡി പിടിച്ചെടുത്ത പണം നിക്ഷേപ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളുടെ പണം നൽകുന്നതിൽ തടസ്സമില്ല എന്നുകൂടി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഈ രേഖകളെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡിക്ക് ഈ അന്വേഷണത്തിൽ അങ്ങേയറ്റം തിരിച്ചടി നേരിട്ടു എന്ന് തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.